പശ്ചിമബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. 4 ജില്ലകളിലെ 91 സീറ്റുകളാണ് ജയപരാജയം നിശ്ചയിക്കുന്നത്. വടക്കൻ സുമോദാണ് വിവരങ്ങൾ ധനസുമോദാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സുമോദ്, ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ BJPക്ക് മേൽക്കൈയുള്ള മേഖലയായിരുന്നു. അവിടെ പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ ലക്ഷ്യം. ഈ ഘട്ടം, അവസാന ഘട്ടം, TMCക്ക് അല്പം മുൻതൂക്കമുള്ള മേഖലയും കൂടിയാണ്. ഇവിടെ എങ്ങനെയാണ് BJPയുടെ സ്ട്രാറ്റജി വർക്കായിട്ടുള്ളത്? എന്ത് സാധ്യതയാണ് ഇവിടുത്തെ വോട്ടെടുപ്പിൽ നമുക്ക് കാണാനുള്ളത്? നൗഫൽ പറഞ്ഞതുപോലെ തന്നെ ഉത്തര ബംഗാളിലും മധ്യബംഗാളിലും ഏകദേശം മധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ബംഗാളിലുമാണ് BJPക്ക് ശക്തമായ സ്വാധീനമുള്ളത്. കഴിഞ്ഞ തവണ ആ 4 ജില്ലകളിൽ നിന്ന് മാത്രം 25 സീറ്റുകളായിരുന്നു BJP നേടിയിരുന്നത്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഈ ദക്ഷിണ ബംഗാളിലേക്ക്, അതായത് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലകളിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞില്ല. കേവലം 14 സീറ്റ് മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവരുടെ സർവ്വ ആയുധങ്ങളും സർവ്വശക്തിയും ഉപയോഗിച്ചുള്ള ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മേഖലകളിലെ ക്ഷേത്ര ദർശനം നടത്തിയാണ് പലയിടങ്ങളിലും അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. അമിത്ഷാ ആകട്ടെ അവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. 12 BJP മുഖ്യമന്ത്രിമാരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അവിടെ പ്രചരണത്തിൽ എത്തിയിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള അവർ പ്രചരണത്തിനെത്തുമ്പോൾ വൻ ജനക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല കേന്ദ്രമന്ത്രിമാരുണ്ട്. പക്ഷേ ഇവിടെ TMC പറയുന്നത് ഈ രാഷ്ട്രീയക്കാർ കൂടാതെ EDയും ഇൻകം ടാക്സും അടക്കമുള്ളവർ പല TMC നേതാക്കന്മാരുടെയും വീടുകളിൽ ഐപാക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കീഴടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ 100 സീറ്റ് ഇതിനകം തന്നെ TMC കൈവശപ്പെടുത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് അഭിഷേക് ബാനർജി പറയുന്നത്. ഇനി നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെയും 100 സീറ്റ് നേടി ഡബിൾ സെഞ്ചുറി എന്ന ലക്ഷ്യത്തിലേക്ക് TMC പോകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം BJP പറയുന്നത് അവർക്ക് ഈ പല മേഖലകളിലേക്കും കടന്ന് കയറാൻ പറ്റാത്ത മേഖലകളിൽ ഇതിനകം തന്നെ സാന്നിധ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഭവാനിപൂരിൽ മത്സരിച്ചിരുന്ന മമതാ ബാനർജി നന്ദിഗ്രാമിൽ പോയി സുവേന്ദു അധികാരിയോടൊപ്പം മത്സരിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ സുവേന്ദു അധികാരി BJP നേതാവ് അദ്ദേഹം നന്ദിഗ്രാം മത്സരിക്കുന്നത് കൂടാതെ ഭവാനിപൂരിലെത്തി, അതായത് മമതാ ബാനർജിയുടെ മണ്ഡലമായ ഭവാനിപൂരിലെത്തി അവിടെ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തും എന്ന് തന്നെയാണ് സുവേന്ദു അധികാരി പറയുന്നത്. പക്ഷേ ഇതെല്ലാം വെറും അവരുടെ ഒരു വാചാടോപങ്ങളായി മാത്രം അവശേഷിക്കുന്നുള്ളൂ. അന്തിമ വിജയം TMCക്ക് തന്നെയാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും മോദി ഏറ്റവും ഒടുവിലിറക്കിയിരിക്കുന്ന കാർഡ്, നിങ്ങൾ എനിക്ക് വോട്ട് തരൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്ന TMCക്ക് ബംഗാളിനെ എങ്ങോട്ട് നയിക്കണം എന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യമാണ് മോദി പറഞ്ഞിരിക്കുന്നത്. ഈ 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് പ്രധാനമായും കാണുന്നത്. അതേസമയം കോൺഗ്രസിനും CPMനും ഒക്കെ ഏകദേശം ശക്തിയുള്ള പോക്കറ്റുകൾ ഒന്നാം ഘട്ടമായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തിരുന്നു.